ഓരോ ദിവസവും പുതിയ വാർത്ത വരികയാണ്. വന്ന് കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് ചാടുന്നത് ഒരു വാർത്തയെ അല്ലാതായെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നു കൊണ്ടാണ് രാഹുൽ ഗാന്ധിയും VD സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നു. എന്ത് വിരോധാഭാസമാണിത്? മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന RSSനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിന് കോൺഗ്രസിൻ്റെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. ഗോൾവാൾക്കറിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ കുനിഞ്ഞു നിന്ന് വിളക്ക് കൊളുത്തിയവരും RSSനോട് വോട്ട് ഇരുന്ന് വാങ്ങിയവരും. കേരളത്തിലും BJP-യിലേക്കുള്ള ഒഴുക്ക് തുടങ്ങിയിട്ടുണ്ട്. മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മക്കളിൽ തുടങ്ങി പലരും ഇന്ന് BJP ഓഫീസിലേക്ക് ടിക്കറ്റ് എടുത്ത് നിൽക്കുകയാണ്. മലപ്പുറം മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി UDF നോമിനിയായി കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലറായ വ്യക്തിയാണ്. എറണാകുളത്ത് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ സംഭാവനയാണ്. 2004 കാലടി സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിലും 2011 PSC ചെയർമാന്റെ പോസ്റ്റിലും ഇദ്ദേഹത്തെയാണ് കോൺഗ്രസ് നിയോഗിച്ചിരുന്നത്. പത്തനംതിട്ടയിലെ BJP സ്ഥാനാർത്ഥി മുൻ കോൺഗ്രസ് മുഖ്യമന്ത്രിയുടെ മകനും കോൺഗ്രസ് പാർട്ടിയുടെ IT സെൽ തലവനുമായിരുന്നു. കണ്ണൂരിലെ BJP സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മടത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളാണ്. മാവേലിക്കരയിലെ NDA സ്ഥാനാർത്ഥി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നയാളാണ്. ഇന്ന് കേരളത്തിൽ NDAക്ക് വേണ്ടി മത്സരിക്കുന്ന 4-ൽ 1 മുൻ UDFകാരാണ്. ഇതേ കോൺഗ്രസ് പാർട്ടിയിൽ ഇരുന്നുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും VD സതീശനും മോദിക്കെതിരെ മുഖ്യമന്ത്രി സംസാരിക്കാത്തത് എന്താണെന്ന് ചോദിക്കുന്നത്. എന്ത് വിരോധാഭാസമാണെന്നും പിണറായി ചോദിച്ചു. മോദിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയും അതിനെ നയിക്കുന്ന RSSനെതിരെയും പറയാനും പൊരുതാനും ഇടതുപക്ഷത്തിനും കോൺഗ്രസിന്റെ സർട്ടിഫിക്കറ്റ് വേണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സഹാറ ഗോൾഡൻ ഡയമണ്ട്സ്, കോട്ടപ്പടി, മലപ്പുറം. ഫോൺ 9744 912 916.